പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഗേറ്റ് കടന്ന് ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കെല്ലിയുടെ മനസ്സിൽ പ്രതീക്ഷ തോന്നി. ഇവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ലഭിക്കാതിരിക്കില്ല. ആ കുട്ടി അത്രമാത്രം വിശന്നു വലഞ്ഞിരുന്നു. വീടുകൾ തോറും നടന്ന് സാധനങ്ങൾ വിറ്റ് സ്കൂൾ ഫീസിന് പണം കണ്ടെത്താൻ ഇറങ്ങിയതാണ് അവൻ. വിൽക്കാനുള്ളതെല്ലാം ഏതാണ്ട് തീർന്നിരുന്നു. കാലത്ത് വീട്ടിൽ നിന്ന് പോന്നത് മുതൽ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചിട്ടില്ല. നടന്നു തളർന്ന അവൻ ആ കോളിംഗ് ബെല്ലിൽ വിരലമർത്തി കാത്തുനിന്നു. നഗരത്തിന് പുറത്താണ് അവൻ്റെ താമസം. അവിടെ വരെ ഇങ്ങനെ വിശന്ന് നടക്കാനാവില്ല. വാതിൽ തുറന്നു വരുന്നയാളിനോട് എന്തെങ്കിലും കഴിക്കാൻ തരുമോ എന്ന് ചോദിക്കണമെന്ന് അവൻ കരുതി. വാതിൽ തുറന്നു വന്നത് സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു. അവരെ കണ്ടപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എന്നു മാത്രമാണ് അവൻ ചോദിച്ചത്. അവർ ആ പയ്യനെ സൂക്ഷിച്ചു നോക്കി. കണ്ണിലെ കത്തുന്ന വിശപ്പ് തിരിച്ചറിഞ്ഞു. അകത്തുപോയി ഒരു വലിയ ഗ്ലാസ്സിൽ പാൽ എടുത്തുകൊണ്ടുവന്ന് അവനു നൽകി. അത് കഴിച്ചപ്പോൾ നല്ല ആശ്വാസം തോന്നി. പ്രയത്നിച്ചാൽ തനിക്കിനിയും ഉയരാമെന്ന ഒരാത്മവിശ്വാസം പെട്ടെന്ന് അവന് ലഭിച്ചു. നന്ദിയോടെ അവൻ ചോദിച്ചു, മാഡം, ഞാൻ എന്താണ് പകരം ചെയ്തു തരേണ്ടത്? എന്താ അങ്ങനെ ചോദിച്ചത്? പ്രതിഫലത്തിനായി ഒന്നും ചെയ്യരുത് എന്ന് ഞങ്ങളുടെ അമ്മ പഠിപ്പിച്ചതാണ്, അവൻ പറഞ്ഞു. നല്ലതു വരട്ടെ, അവർ ആശംസിച്ചു. റോഡിലിറങ്ങി തിരിച്ചു നടക്കുമ്പോൾ മനുഷ്യരിലുള്ള വിശ്വാസം ഹോവാർഡ് കെല്ലിയിൽ ഇരട്ടിച്ചിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ആ സുന്ദരിയായ യുവതി മധ്യവയസ്കയായി ഗുരുതരമായ രോഗം ബാധിച്ച് കിടപ്പിലായി. ഒരുപാട് ചികിത്സകൾ ചെയ്ത് ഫലമില്ലാതെ വലിയ പട്ടണത്തിലെ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെയുള്ള ഡോക്ടർമാർ കിണഞ്ഞു ശ്രമിച്ചിട്ടും രോഗം പിടികിട്ടിയില്ല. ഒടുവിൽ പ്രശസ്തനായ ഒരു വിദഗ്ധനെ പുറത്തുനിന്ന് വരുത്തി, ഡോക്ടർ ഹോവാർഡ് കെല്ലി. രോഗിയുടെ വിശദാംശങ്ങൾ നോക്കവേ അവരുടെ പട്ടണത്തിൻ്റെ പേരും സ്ഥലവും ഡോക്ടറുടെ ശ്രദ്ധയിൽ വന്നു. എന്തോ മനസ്സിലായ പോലെ അയാൾ രോഗിക്കരികിലെത്തി. കണ്ട മാത്രയിൽ തന്നെ ആളെ തിരിച്ചറിഞ്ഞു. കൺസൾട്ടിംഗ് റൂമിൽ തിരിച്ചെത്തിയ ഉടനെ ആ കേസ് വിശദമായി പഠിക്കാൻ തുടങ്ങി. കഠിനമായിരുന്നു പിന്നീടുള്ള ദിവസങ്ങൾ. പലവിധ ടെസ്റ്റുകളും പരീക്ഷണങ്ങളും നടത്തി. ഒടുവിൽ ഒരു ഓപ്പറേഷൻ നിശ്ചയിച്ചു. അത് ഡോക്ടർ കെല്ലി തന്നെ നേരിട്ട് നടത്തി. രോഗം ഭേദമായി. രോഗിക്ക് ആ ആശുപത്രി വിടാൻ സമയമായി. ആശുപത്രി ബില്ല് താൻ കണ്ട ശേഷം മാത്രം നൽകിയാൽ മതിയെന്ന് ഡോക്ടർ നിർദ്ദേശം കൊടുത്തിരുന്നു. ബില്ല് കിട്ടിയപ്പോൾ അദ്ദേഹം അതിനരികിൽ എന്തോ ഒന്ന് കുറിച്ചിട്ടു. ഡിസ്ചാർജ് ഷീറ്റിനൊപ്പം വന്ന ബില്ല് നെഞ്ചിടിപ്പോടെയാണ് ആ സ്ത്രീ തുറന്നത്. അവർക്കറിയാമായിരുന്നു തൻ്റെ സമ്പാദ്യം മുഴുവനും വേണ്ടിവരും ഈ തുകയ്ക്ക് എന്ന്. ബില്ല് തുറന്നു നോക്കിയപ്പോൾ ബിൽ തുക മുഴുവനും അടച്ചിരിക്കുന്നു. പച്ചമഷിയിൽ ചുവട്ടിൽ എഴുതിയിരിക്കുന്ന വാക്യം അവർ കണ്ടു. ഒരു ഗ്ലാസ് പാലിൻ്റെ വിലയാവണമെങ്കിൽ ഇനിയും എത്രയോ ഞാൻ തന്നു തീർക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടർ ഹോവാർഡ് കെല്ലി. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.